നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇത് ഞാൻ എന്റെ മനസ്സമാധാനത്തിന് വേണ്ടി ചെയ്യുന്നത്. കുട്ടികൾ ഇവിടെ പഠിക്കുന്നത് തികച്ചും സൗജന്യമായിട്ട്. ഒരുപക്ഷെ ഐശ്വര്യത്തേക്ക് അതൊന്നും ഇഷ്ടപ്പെടില്ല. മാഡം എന്തിനാ വെറുതെ പഠിപ്പിക്കുന്നത്? ഇക്കാലത്ത് ആരെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യോ? മുത്തശ്ശി എപ്പോഴും പറയും രാധികയുടെ ഭക്തി എന്തിനേയും തോൽപ്പിക്കുമെന്ന്. അല്ലെങ്കിൽ ഇന്നലെ നിങ്ങൾ ഇരുട്ടിൽ നടത്തിയ പ്രവൃത്തി എന്റെ കണ്ണിൽ പെടില്ലായിരുന്നു. മിണ്ടാനായ പ്രായം മുതൽ ഞാൻ ഒന്ന് വിളിക്കുന്നത് എന്റെ കണ്ണിനെ. ഭഗവാൻ എന്നെ തോൽപ്പിക്കില്ല. എന്റെ കൃഷ്ണ, മനം നൊന്ത് വിളിച്ചാൽ നീ കേട്ടല്ലോ. കുട്ടികൾ പറയുന്നത് ശ്യാമ മേഡം വന്നിട്ടുണ്ട്, ഇവിടെ ഉണ്ടെന്ന്. പക്ഷെ ഞാനിവിടെ വന്നിട്ട് കുറച്ചു നേരമായി മാഡം. ഞാനിതൊരു ശ്യാമ മാഡത്തിനെ കണ്ടില്ല. പക്ഷേ നമ്മളിന്ന് എന്തായാലും ശ്യാമയെ കണ്ടിട്ടേ മടങ്ങും. ഇനി ശ്യാമ പാടരുത്. ഈ മരുന്ന് ഏതെങ്കിലും രീതിയിൽ ശ്യാമയുടെ ഉള്ളിൽ ചെല്ലണം. അത് നിന്റെ മിടുക്കം. മാഡം ജ്യൂസിൽ ചേർത്ത് കൊടുത്താ മതി. അതാവുമ്പോ വലിയ സംശയത്തിനൊന്നും ഇടയുണ്ടാവില്ല. നമ്മൾ കൺമുമ്പിലില്ലാത്തപ്പോൾ ശ്യാമയ്ക്ക് എന്തെങ്കിലും സംഭവിച്ച ആരോപണം നമ്മുടെ പേരിൽ വരും. പക്ഷെ നമ്മൾ കാണുക നമ്മുടെ മുന്നിൽ വെച്ച് ശ്യാമയുടെ സ്വരം നിലയ്ക്കണം. സംസാരിക്കാനും ആജ്ഞാപിക്കാനുമുള്ള കഴിവ് ശ്യാമയ്ക്കിന് വേണ്ട. ശ്യാമയ്ക്ക് വിശ്രമിക്കാനുള്ള സമയമായി. നമ്മളെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ ശ്യാമ ഒരിടത്ത് കിടന്നോട്ടെ. ഒരു പിഴവ് പോലും പറ്റരുത്, കേട്ടല്ലോ? വാ.
ശ്യാമ, ഐശ്വര്യ മാലിന്യം കൂടി ഇങ്ങോട്ട് വരുന്നുണ്ട്. അതിനിപ്പോ എന്താ? രാധികമ്മ ഇവിടെ ഇല്ലല്ലോ. ജാതികയുടെ കാര്യമല്ല, ദേ ഈ വേഷത്തിൽ അവർ കണ്ട. അയ്യോ, അടുത്ത് ഞാൻ അമൃതേർത്തി, ശ്യാമ എവിടെ? ശ്യാമ, കുട്ടികൾ പറഞ്ഞല്ലോ ശ്യാമ ഇവിടെ ഉണ്ടെന്ന്. ആ ഉണ്ട്, ദേ ആ മുറിയിലുണ്ട്. അതെന്താ മുറിയില്? ശ്യാമയ്ക്ക് സുഖമില്ലേ? ഇതുവരെ ഇവിടെ ഇരുന്ന് ജോലി എടുക്കുമായിരുന്നു. ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി കയറിയതാ. ഞാൻ വിളിക്കാം. ശ്യാമ, 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 എന്താ ഐശ്വര്യടുത്തി? സ്കൂള് കാണാൻ വേണ്ടി ഞാനൊരു ദിവസം വന്നിരുന്നു. അമൃത എടുത്ത് പറഞ്ഞില്ലേ, അന്ന് ശ്യാമ ഉണ്ടായിരുന്നില്ല. ശ്യാമയുള്ളപ്പോ ഒന്ന് വരാന്ന് കരുതി. ഇവിടെ അങ്ങനെ വിശദമായിട്ട് കാണാനൊന്നുമില്ല. കുറച്ച് കുട്ടികളുണ്ട്, പിന്നെ അവരെ പഠിപ്പിക്കുന്നവരുണ്ട്, അത്ര തന്നെ. ഞാൻ വന്നത് ബുദ്ധിമുട്ടായോ? അല്ല, ഈ സ്കൂളിലേക്ക് പ്രവേശനമില്ലാന്ന് മുമ്പ് പറഞ്ഞിരുന്നല്ലോ. പ്രവേശനമില്ല എന്നൊരു വാക്ക് ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ ഐശ്വര്യടുത്ത് എല്ലാം ബിസിനസ് രീതിയിൽ കാണുന്ന ആളല്ല. അതിന് പറ്റിയ ഒരിടമല്ല ഇത്. ഞാൻ എന്റെ മനസ്സമാധാനത്തിന് വേണ്ടി ചെയ്യുന്നത്. കുട്ടികൾ ഇവിടെ പഠിക്കുന്നത് തികച്ചും സൗജന്യമായിട്ടാണ്. ഒരുപക്ഷെ ഐശ്വര്യടുത്തേക്ക് അതൊന്നും ഇഷ്ടപ്പെടില്ല. മാഡം എന്തിനാ വെറുതെ പഠിപ്പിക്കുന്നത്? ഇക്കാലത്ത് ആരെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യോ? ഇക്കാലത്ത് ആരെങ്കിലും ഒക്കെ അങ്ങനെ ചെയ്യണ്ടേ മാലിനി? എല്ലാവർക്കും ഒരുപോലെ ആവാൻ പറ്റില്ലല്ലോ. ശ്യാമ, ഞാനിപ്പോ വരാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.